തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തന്ന അവസരത്തെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ സഭയിലേക്ക് കർത്താവിൻ്റെ വചനവുമായി നിരപ്പാൻ എനിക്ക് ഇങ്ങനെ സ്വാഗതം അരുളിയ കർത്തൃദാസനോടും സഭയിലെ എല്ലാ പ്രിയപ്പെട്ടവരോടും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് പകലിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ധ്യാനിപ്പാൻ, കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ നമ്മളെ കർത്താവ് തുടർന്ന് സഹായിക്കട്ടെ. അല്പമായിട്ട് എനിക്ക് പ്രിയമകൾ പറഞ്ഞ ആലോചന കേൾപ്പാനായിട്ട് ഇടയായിത്തീരുന്നു. പ്രൈസ് ഗോഡ്. നീതി എന്ന കവചം ധരിക്കുക എന്നുള്ളതായിരുന്നു. പ്രൈസ് ഗോഡ്. ദ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്. പ്രൈസ് ഗോഡ്. സ്തോത്രം. ദൈവം കുഞ്ഞുങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സഭയിൽ അങ്ങനെ ഒരു ക്രമീകരണം ദൈവം നിങ്ങൾക്ക് പ്രേരിപ്പിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരുന്ന തലമുറകൾക്ക് കർത്താവിൻ്റെ വിശ്വാസ സാക്ഷികളായി സേവനം ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കട്ടെ. ഈ സഭയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ രാജ്യത്ത് സ്വന്തമായി ദൈവത്തെ ആരാധിപ്പാനായിട്ട് സ്വന്തമായി ഒരു ആരാധനാലയം തന്ന കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. അല്പസമയം തിരുവചന ധ്യാനത്തിനായിട്ട് shall we turn to the book of Gospel according to Luke chapter 20. ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. verses 17. Praise God. This is one of the significant passages which attributes to the rejection of the Messiah. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നേരിട്ട ഭൂമിയിലെ തൻ്റെ ശുശ്രൂഷയിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള വളരെ മറക്കാൻ പറ്റാത്തൊരു മേഖലയാണ് യേശു കർത്താവിൻ്റെ തിരസ്കരണം എന്നുള്ളത്. വേദപുസ്തകം പഠിക്കുമ്പോൾ ഞാൻ നിർത്തി ഐ വിൽ ട്രൈ ടു make it as bilingual as possible and also try to make it as simple as possible to the best I can. തിരുവഴുത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ വേദപുസ്തകത്തിലുടനീളം യേശു മശിഹായെ കുറിച്ചുള്ള കർത്താവാണ്. ക്രൈസ്റ്റ് ഈസ് എ സെൻറ്റർ ഓഫ് ദ ഹോൾ ബൈബിൾ. പഴയ നിയമത്തിൽ തിരുവഴുത്ത് പഠിക്കുമ്പോൾ ഫ്രം ദ ബുക്ക് ഓഫ് ജനസിസ് ആൻഡ് ദ ബുക്ക് ഓഫ് മാലഖായ് there are believed to be more than 366 മെസ്സിയാനിക് റെവലേഷൻ. പഴയ നിയമത്തിൽ യേശു മശിഹായെ കുറിച്ചുള്ള വെളിപ്പാടുകളാണ് പഴയ നിയമത്തിൽ കാണുന്നത്. which the Bible says, the book of Hebrews chapter 1, God in the time of past spoke to our forefathers in diverse manner or part by part. ദൈവം പണ്ട് ഭാഗമായും വിവിധങ്ങളായും പിതാക്കന്മാരോട് പ്രവാചകന്മാർ നിമിത്തം അരുളി ചെയ്തു. And what was the theme of the message of the prophets in the Old Testament? പഴയ നിയമ വിശുദ്ധന്മാരുടെ, പഴയ നിയമ പ്രവാചകന്മാരുടെ കേന്ദ്ര സന്ദേശം ക്രിസ്തുവായിരുന്നു. നമ്മുടെ വിവാഹത്തിലൊക്കെ ഡ്യൂറിങ് ദ ഒക്കേഷൻ ഓഫ് ദ മാരേജ് സെറമണി you must have listened to the Psalms reading from the book of Psalms 45. സങ്കീർത്തനങ്ങൾ 45 എന്നൊക്കെ സാധാരണ പ്രസംഗിക്കാറില്ലെങ്കിലും വായിച്ച് കേൾക്കാറുള്ള ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 45. ആ ഭാഗം വായിക്കുമ്പോൾ തന്നെ you will see that the psalmist now he sees a huge vision in front of him. തൻ്റെ മുമ്പിൽ ഒരു ദർശനം കാണുകയാണ്. ആ രീതിയിൽ അത് എഴുതി വെച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. താൻ നോക്കുമ്പോൾ തൻ്റെ മുമ്പിൽ ഒരു വലിയൊരു സിംഹാസനം. he begins to behold a beautiful, majestic and glorious throne set before him. തൻ്റെ മുമ്പിൽ അതിമനോഹരമായ മഹത്വകരമായ ഒരു സിംഹാസനം. Of course, the psalmist had witnessed to several types of throne, but this is very unique and incomparable in majesty and in appearance. എല്ലാ മേഖലയിലും തുലനം ചെയ്യാൻ പറ്റാത്ത ഒരു സിംഹാസനം. മാത്രമല്ല, ഭൂമിയിലെ സിംഹാസനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവരെക്കാൾ വലുതാണ് സിംഹാസനം. That is the earthly concept. But in particular about this throne is that the one who is seated on the throne is greater than the throne. ഇവിടുത്തെ പ്രത്യേകത, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ സിംഹാസനത്തെക്കാൾ വലിയവനാണ്. പ്രൈസ് ഗോഡ്. മാത്രമല്ല,
ലോകത്തിലുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവരെല്ലാം they are all temporary because they all have crown prince who are going to be the next inheritant of this throne. ഭൂമിയിലുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവരെല്ലാം തൽക്കാലത്തേക്ക് ഇരിക്കുന്നവരാണ്. കാരണം ഇവർക്ക് അടുത്ത കിരീട അവകാശിയുണ്ട്, അനന്തരാവകാശിയുണ്ട്. But the beauty of this person who is seated on this throne is King eternal. ഈ സിംഹാസനത്തിരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നിത്യനായ രാജാവാണ്. പ്രൈസ് ഗോഡ്, നിത്യനായ രാജാവാണ്. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കണം, ദൈവമേ അങ്ങയുടെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, അങ്ങയുടെ രാജ്യത്വത്തിന് അവസാനമില്ല. പ്രൈസ് ഗോഡ്, ഫോർ ദൈ കിങ്ഷിപ്പ് there is no end because you are the king eternal. പ്രൈസ് ഗോഡ്. കുറച്ചും കൂടെ സൂക്ഷ്മത്തോടെ നോക്കുമ്പോഴാണ് the one who is seated on the throne, first of all, is greater than the throne. Secondly, he is more beautiful. വളരെ സുന്ദരനാണ് താൻ. പിന്നെ നോക്കുമ്പോഴാണ് he never lays his crown down. തൻ്റെ സിംഹാസനം ഒരിക്കലും താഴെ വയ്ക്കുന്നില്ല. Rather, all the kings of this earth lay the crown before him. അതായത് അവൻ കിരീടം താഴെ വയ്ക്കാത്ത രാജാവാണ്. പക്ഷെ തൻ്റെ മുമ്പിൽ മറ്റുള്ളവരെല്ലാം കിരീടങ്ങൾ താഴെ വയ്ക്കുകയാണ്. പിന്നീട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് താൻ ഒറ്റയ്ക്കല്ല, തൻ്റെ വലത്തുഭാഗത്തൊരാൾ നിൽക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ പഴയ നിയമ ഭക്തന്മാരുടെ മുമ്പിൽ വെളിപ്പെട്ട വെളിപ്പാടിൽ അവർക്ക് മനസ്സിലായ മുഖ്യ സന്ദേശം എന്നുള്ളത്, they are seeing a vision in which God is taking the place of human nature and coming down into this world. വേഷത്തിൽ മനുഷ്യനായി ലോകത്തിൽ മനുഷ്യരുടെ ഇടയിലേക്ക് ദൈവം മനുഷ്യ വേഷത്തിൽ ലോകത്തിൽ വെളിപ്പെടുകയാണ്. ദൈവം മനുഷ്യരോട് ഏറ്റവും അടുത്തു വരുന്ന ഒരു കാലഘട്ടം പഴയ നിയമ ഭക്തന്മാർ ദർശിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ പഴയ നിയമം മുഴുവൻ നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി തുടങ്ങി മലാഖി വരെ മുഴുവനും the Bible says his virgin birth was foretold, his place of birth was foretold, the genealogy in which he will be born was foretold, his character was foretold, his nature was foretold, his personality was foretold, his anointing was foretold, his ministry was foretold, the miracles and the wonders and the signs that he would perform were foretold, his betrayal was foretold, his sufferings were foretold, his ascension to the cross has been foretold, his death was foretold, his burial was foretold, his resurrection, glorious resurrection on the third day was foretold, his ascension to heaven was foretold, the coming of the Holy Spirit was foretold, the birth of the church is foretold. And there are many things have been foretold, and there are many yet to be fulfilled that were foretold. Had there been a single individual who was born in this world according to the accurate prophecy, that is none other than Jesus Christ. ഹല്ലേലൂയ. അത്ര എനിക്ക് മലയാളത്തിൽ പറയാൻ ബുദ്ധിമുട്ട്, അതുകൊണ്ട് അത് ഞാൻ ബൈപ്പാസ് ചെയ്ത് ബാക്കി ഭാഗത്തേക്ക് പോകട്ടെ. ഇഫ് യു കൺസിഡർ ഓൾ ദ ഗ്രേറ്റ് മെൻ ഓഫ് ദിസ് വേൾഡ്, ലോകത്തിൽ ദിസ് വേൾഡ് ഹാസ് contributed to a lot of great heroes according to the worldly system for the betterment of the human society. ലോകത്തിൽ മനുഷ്യൻ്റെ നന്മയ്ക്കായിട്ട്, മനുഷ്യൻ്റെ വളർച്ചയ്ക്കും മനുഷ്യൻ്റെ വികാസത്തിനും വികസനത്തിനുമായിട്ട് ഒത്തിരി പേർ പ്രശസ്തരായ വ്യക്തികൾക്ക് ജന്മം കൊടുത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. And you will see some of those people have already become part of the history and some are still alive. ചരിത്രത്തിൻ്റെ ഭാഗമായവരുണ്ട്, ഇന്ന് ജീവിച്ചിരിക്കുന്നവരുണ്ട്. But the uniqueness is that none of those heroes were ever expected to be born prior to their birth. ഈ ലോകത്തിൽ പേര് കേട്ടിട്ടുള്ള സകല മഹാന്മാരും ജനിക്കുന്നതിന് മുന്നമേ അറിയപ്പെട്ടവരല്ല. They all became popular, they all became famous at certain level after they were born, either because of their contribution or because of their discovery or because of the inventions or because of their knowledge or position or possession, whatever. അവരുടെ സ്വത്ത് കൊണ്ടോ സമ്പത്ത് കൊണ്ടോ സ്ഥാനം കൊണ്ടോ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടോ അറിയപ്പെട്ടവരാണ് അവരെല്ലാം. ജനിക്കുന്നതിന് മുന്നമേ none of these people were ever expected to be born
before they were born. ജനനത്തിന് മുന്നേ ഇവരാരും വരുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടവരല്ല, ജനിച്ച ശേഷം അറിയപ്പെട്ടവരാ. But there is only one unique character who was ever expected, who was prophesied to be born, who was declared to be born, who was proclaimed to be born. That is none other than Jesus the Messiah. It's a honor to serve him. It's a privilege to be his child. Praise God. ഇന്ന് പകലിൽ ഈ കർത്താവിനെ ആരാധിപ്പാൻ ഭൂമി ലഭിച്ചത് ലോകത്തിലെ സകലത്തെക്കാൾ വലിയ പദവി എന്നുള്ളത്. ഞാൻ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും യേശുവിനെ അറിയുന്നതിൻ്റെ അത്രയും വരില്ല, അതിൻ്റെ താഴെ വരെ നിൽക്കുകയുള്ളൂ. പ്രൈസ് ഗോഡ്. കാരണം അത്രത്തോളം വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ മതിവരാത്ത വ്യക്തിത്വമാണ് യേശു കർത്താവ്. ഈ രക്ഷകനെ അറിയാൻ ഭൂമി ലഭിച്ചതാ വലിയ പദവി എന്നുള്ളത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ എല്ലാവരും. തണുപ്പ് കൂടി വരിക എന്ന് എനിക്കറിയാം. നിങ്ങൾ ആ രാഗത്തിരുന്ന് തണുക്കല്ലേ, ഒന്ന് ചൂടോടെ ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. സി ഷാർപ്പ് എടുത്താൽ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നന്നായിട്ടൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. കരങ്ങളടിച്ചൊന്ന് കർത്താവിനെ സ്തുതിക്കുക. കം ഓൺ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കം ഓൺ. നന്നായിട്ടൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നന്നായിട്ട് കരങ്ങളടിച്ച്. താങ്ക് യു ജീസസ്. എന്നെ രക്ഷിപ്പാൻ ഉന്നതം വിട്ടു മണ്ണിൽ വന്ന കർത്താവേ, നിന്നെ സ്വർഗത്തിൽ നിന്നീഹേ കൊണ്ടു വന്നതോ നിൻ സ്നേഹമേ. ആകർഷിക്കാം എന്നെ പ്രിയ രക്ഷക, നീ മരിച്ച ക്രൂശിങ്കൽ. ആകർഷിക്കാം എന്നെ പ്രിയ രക്ഷക, നിൻ മുറിഞ്ഞ മാർവിങ്കൽ. तेरा मीठा प्यार और भी जानूंगा जब मैं जाऊंगा आसमान, जब मैं देखूंगा तेरे चेहरे को, तब खुश होंगी मेरी जान. Draw me nearer, nearer, blessed Lord, to the cross where thou hast died. Draw me nearer, 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 blessed Lord, to thy precious bleeding side. Consecrate me now to thy service, Lord, by the power of grace divine. When my soul look up with a steadfast love, and my will be lost in thine. Draw me nearer, nearer, blessed Lord, to the cross where thou hast died. Draw me nearer, 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 blessed Lord, to thy precious Son. Hallelujah. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒന്നും കൂടെ.
ഈ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ മുഴുവനും ക്രോഡീകരിച്ചുകൊണ്ട് ഒറ്റ വാക്യത്തിൽ പറയുകയാണ്, ദ സ്റ്റോൺ വിച്ച് ദ ബിൽഡേഴ്സ് റിജക്റ്റഡ് ഹാസ് ബിക്കം ദ ചീഫ് കോർണർ സ്റ്റോൺ. ഞാൻ കഴിഞ്ഞ ഒരു ഒന്നിലധികം വർഷങ്ങളായി ലോകത്തിൻ്റെ നാനാഭാഗത്തെല്ലാം പോകുമ്പോൾ ഈ ഒരു ഭാഗം പ്രത്യേകം എടുത്ത് ശുശ്രൂഷിക്കാറുണ്ട്. എന്നെ വളരെ സ്പർശിച്ചൊരു ഭാഗമാണ്, പ്രത്യേകിച്ച് 18-ാമത്തെ വാക്യം. ഇതിൻ്റെ പ്രാരംഭം, at the outset it begins with Jesus' authority that was questioned by the leadership of the Jewish religious people. അവിടെ ആരംഭത്തിൽ പറയുന്നത്, those leaders, the high priest, chief of the priests who came to Jesus and began to question him, who authenticated you to carry out these things? ആരാണ് നിനക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് അധികാരം തന്നത്? കാരണം ഞങ്ങൾ ജുഡായിസത്തിൻ്റെ ഭാഗമാണ്, ഞങ്ങൾ അറിയാതെ ഒരുത്തനും ഇത് ചെയ്യാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ കയ്യിലൂടെയാണ് ഈ കൈവെപ്പ് പോകുന്നത്. പക്ഷേ നിനക്ക് ആരാണ് ഈ ഓർഡിനേഷൻ തന്നത്? കർത്താവ് അതിനെ ഭംഗിയായി, ജീസസ് ഹാൻഡിൽ ദാറ്റ് ക്വസ്റ്റ്യൻ വൈസ്ലി വിത്ത് വിസ്ഡം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. Then Jesus began to speak to them through the parables. കർത്താവ് ഉപമയിലൂടെ അവരോട് സംസാരിക്കുകയാണ്. There was a certain man who planted a vineyard. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. And he handed it over to the lease tenants to look after it. അത് വിശ്വസ്തയോടെ നോക്കി കൈകാര്യം ചെയ്യാനായിട്ട് കുടിയാന്മാരെ ഏൽപ്പിച്ചു. And when it was a season of the vintage, he sent some of his servants one after the other. അതിൻ്റെ വിളവെടുപ്പിൻ്റെ സമയമായപ്പോൾ, മുന്തിരി പറിക്കുന്ന സമയമായപ്പോൾ തൻ്റെ ദാസന്മാരെ പറഞ്ഞയക്കുകയാണ്. ഒരാളെ പറഞ്ഞയച്ചു, അദ്ദേഹത്തെ അവർ തല്ലി പുറത്താക്കി. രണ്ടാമത്തെ ആളെ പറഞ്ഞയച്ചു, അവനെയും തല്ലി പുറത്താക്കി. മൂന്നാമത്തെ ആളെ പറഞ്ഞയച്ചു, അവനെ അവർ പരിഹസിച്ച് അടിച്ച് പരികൽപ്പിച്ച് പുറത്താക്കി. So since none of these efforts were working out, eventually the owner of the vineyard, he begins to think on how to handle this situation. എന്ത് ചെയ്യാം? Let me send my only son, who is inheritant, whom they would probably honor. അവനെ ഒരു പക്ഷേ അവർ ആദരിച്ചേക്കുമെന്ന് വലിയ പ്രതീക്ഷയോടുകൂടെ അവരുടെ അടുക്കിലേക്ക് അയക്കുകയാണ്. While seeing from this man from afar, who is the owner or the inheritant of this entire vineyard, these lease tenants began to conspire against him, to kill him, to take this entire land into their possession. ദൂരെ നിന്ന് ഈ അടുത്ത അവകാശി വരുന്നത് കണ്ടപ്പോഴേ, കാരണം വേലക്കാർ വരുന്നത് പോലെ കൂലിക്കാർ വരുന്നത് പോലെയല്ല മകൻ വരുന്നതിന് പ്രത്യേകതയുണ്ട്. ആ വരവ് കണ്ടപ്പോഴേ മനസ്സിലായി, ഇവനാണ് അവകാശി, ഇവനെ നാം കൊന്നു കഴിഞ്ഞാൽ, once we annihilate him, this entire vineyard will become our possession, നമ്മുടെ സ്വന്തമായിട്ട് മാറും, ഇവനെ കൊന്നുകളയാം. And eventually they killed him. ഉടനെ കർത്താവ് യഹൂദന്മാരോട് ചോദിക്കുകയാണ്, what do you think this owner will do to those lease tenants? എന്താണ് ഈ ഉടമസ്ഥൻ ചെയ്യുക? He will destroy this entire lease tenants and hand over this whole vineyard into someone who will faithfully execute their duty. അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്ന മറ്റൊരുത്തനെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴേ യഹൂദന്മാർക്ക് മനസ്സിലായി, ഇവരെ എന്തോ ഉദ്ദേശിച്ച കർത്താവ് പറഞ്ഞു. അവർ പറഞ്ഞു, in no way it will happen, അതൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞു. Then Jesus began to speak to them. What is this that is written? അവിടെ പറഞ്ഞിരിക്കുന്നത്, the stone which the builders rejected has become the chief cornerstone. എന്നാൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരെ ഉദ്ദേശിച്ചാണ്? Praise God. 18-ാമത്തെ വാക്യത്തിലേക്ക്, as you scroll down through verse 18, it is something mysterious. There are two major perspectives in verse 18, although they look resembling. രണ്ടും കണ്ടാൽ ഒരുപോലെ ഇരിക്കും, പക്ഷെ 18-ാമത്തെ വാക്യത്തിൽ ഒരു മഹത്തായ ഒരു സംഭവം കിടക്കുന്നുണ്ട്.
എന്നിട്ട് കർത്താവ് അവരോട് തുടർന്ന് പറയുകയാണ്, എനിവൺ ഹു ഫാൾസ് അപ്പോൺ ദിസ് സ്റ്റോൺ, ഈ കല്ലിന്മേൽ വന്ന് വീഴുന്ന ഏവനും shall be broken. Anyone who falls upon this stone shall be broken. ഈ കല്ലിന്മേൽ വന്ന് വീഴുന്ന ഏവനും ഉടയപ്പെടും, തകർക്കപ്പെടും. But upon whomever the stone falls, it shall grind him into powder. എന്നാൽ ഈ കല്ല് ഒരുത്തിൻ്റെങ്കിലും മേൽ വന്ന് വീണാൽ അത് അവനെ തവിട് പൊടിയാക്കും, ധൂളിപ്പിക്കുമെന്ന് പറഞ്ഞു. രണ്ടും വായിക്കുമ്പോൾ സമാനതകളുള്ളതായിട്ട് തോന്നിയേക്കാം, പക്ഷെ രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. രണ്ടിലും വീഴുന്ന കാര്യമാണ്. ഒന്ന് ഈ കല്ലിന്മേൽ വന്ന് വീഴുന്നവന്റെ അനുഭവം, രണ്ട് ഈ കല്ല് ആരുടെയെങ്കിലും മേൽ വന്ന് വീണാൽ അവന്റെ അനുഭവം. ഒന്നാമത്തത് പണിയപ്പെടലിന്റെ ഭാഗമാണ്, രണ്ടാമത്തത് നശിപ്പിക്കപ്പെടലിന്റെ ഭാഗമാണ്. ഒന്നാമത്തത് രണ്ടിലും ബ്രോക്കൺനെസ് എന്ന പദമുണ്ട്. ഞാനത് അതിലേക്ക് നിങ്ങൾ അല്പസമയം കൊണ്ടുപോകുന്നത്. പ്ലീസ് കൈൻഡ്ലി ലെൻഡ് യുവർ ഇയേഴ്സ്. പ്രൈസ് ഗോഡ്. The first one is someone who falls upon this stone. Verse 18, the first line. Someone who falls upon this stone will be broken. ഈ കല്ലുമേൽ ആരെങ്കിലും വന്ന് വീണാൽ അത് അവൻ ഉടയപ്പെടും, അവൻ തകർക്കപ്പെടും. ആ തകർക്കപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിച്ചു പോകുമെന്ന അർത്ഥത്തിലല്ല. Anyone who comes to Jesus. In Apostle Peter says, പത്രോസിക പറയുന്നൊരു ഭാഗമുണ്ട് തൻ്റെ ലേഖനത്തിൽ, അതായത് സാക്ഷാൽ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് നമ്മളും ജീവനുള്ള കല്ലുകളായി രൂപപ്പെടും. അവിടെ ശരിക്കും ആ ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ, as we who are the natural stone, as we come or as we fall upon this living stone, we also become living stone. ജീവനുള്ള കല്ലായ ക്രിസ്തുവിലേക്ക് നാം വന്നു ആരൊക്കെ വന്ന് വീഴുന്നുവോ അവനെല്ലാം ജീവനുള്ള കല്ലുകളായി രൂപാന്തരപ്പെടുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അടുക്കൽ ആര് വന്നാലും, കർത്താവിനെ ആര് രക്ഷിതാവായി സ്വീകരിച്ചാലും, ലൈഫ് വിൽ ബി ഇംപാർട്ടഡ്. അവനിലേക്ക് ജീവൻ പകരപ്പെടുകയാണ്. But there is something mysterious happens in between this approach. ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കല്ലിന്മേൽ വന്ന് വീഴുമ്പോൾ അവൻ ഉടയപ്പെടും. കാരണം ഈ കല്ലിൻ്റെ പ്രത്യേകത, ഒന്ന്, ദിസ് ഈസ് ദ ലിവിങ് സ്റ്റോൺ. സെക്കൻഡ്ലി, ദിസ് ഈസ് ദ ചീഫ് കോർണർ സ്റ്റോൺ. പണിയപ്പെടൽ നടക്കപ്പെടുന്നത് ഈ കോർണർ സ്റ്റോണിൻ്റെ ആനുപാതത്തിലാണ്, ഏകദേശത്തിലല്ല, അക്യുറസിയിലാണ്. Praise God. What do you mean by this brokenness in this perspective? ഇവിടെ ഉടയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? Praise God. ക്രിസ്തീയ ജീവിതത്തിൽ ആര് കർത്താവിനെ അറിഞ്ഞാലും അവരുടെ ജീവിതത്തിലെല്ലാം പിന്നെ ഒരു പണിയപ്പെടൽ നടക്കുകയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, knowing Jesus and receiving Jesus as a Lord and Savior, which means you are becoming part of this building, part of this construction. കർത്താവിനെ അറിയുക, കർത്താവിനെ ഒരുവൻ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ഈ പണിയപ്പെടലിൻ്റെ ഒരു ഭാഗമായിട്ട് അവൻ തീരുകയാണ്. Praise God. In which there is something called brokenness or breaking. അതിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഉടയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. What are the various segments or sects of brokenness in terms of falling upon Jesus? ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ഉടയപ്പെടൽ നടക്കുന്ന മേഖലകൾ എന്തൊക്കെയാണ്? According to our former days, we all had our own dreams, our own desires, our own expectations. നമുക്കെല്ലാം കർത്താവിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടേതായ സ്വപ്നങ്ങളും വിചാരങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. We all had our own aspirations. However, not necessarily all our expectations had received entry to the kingdom of God. നമ്മുടെ മുൻകാലത്ത് യേശുവിനെ അറിയുന്നതിന് മുന്നമേ ഉണ്ടായിരുന്ന എല്ലാ സ്വപ്നങ്ങളും ഈ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഇങ്ങോട്ട് എൻട്രി ലഭിച്ചിട്ടില്ല. Some of the desires we had to say no. Some of our friendship we had to cut off.
Some of our associations we had to say no. Some of our desires had to go through or have to go through some refining or retuning or reshaping. ചില ആഗ്രഹങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടി വന്നു, ചില ചിന്തകൾക്ക് മാറ്റം വരുത്തേണ്ടി വന്നു, ചില സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടി വന്നു, നമ്മുടേതായ തീരുമാനങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടി വന്നു. എല്ലാ ആഗ്രഹങ്ങൾക്കും ദൈവരാജ്യത്തിലേക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. However, we hear a different gospel is being preached today, that whatever your desires will come to pass as you come to Jesus. ഇന്ന് നമ്മൾ കേൾക്കുന്ന വേറൊരു സുവിശേഷമുണ്ട്. കാരണം എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും കർത്താവ് എല്ലാം സാധിപ്പിച്ചാൽ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് കേൾക്കുന്ന മറ്റൊരു സുവിശേഷമുണ്ട്. പക്ഷെ തിരുവെഴുത്ത് വളരെ ക്ലിയർ കട്ടായിട്ട് പറയുകയാണ്, ഈ കല്ലിമേൽ വന്ന് വീഴുന്ന ഏവനും ഉടയപ്പെടും. Anyone who falls upon this stone, not someone, anyone who comes to Jesus, whether you are a Jew or a Greek or a Gentile, you will go through that part of brokenness. That is not about being distracted. It's all about part of being constructed. നശിപ്പിക്കപ്പെടലിന്റെ ഭാഗമല്ല, പണിയപ്പെടലിന്റെ ഭാഗമാണ്. Hallelujah, hallelujah, praise God. അത് കർത്താവ് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിരിക്കും. ഈ കല്ലിമേൽ ആര് വന്ന് വീണാലും പൊട്ടും. ആ പൊട്ടലിലാണ് ജീവൻ പകരപ്പെടുന്നത്. താങ്ക് യു ജീസസ്, പ്രൈസ് ഗാഡ്. ഇന്ന് പകലിൽ ഏതെങ്കിലും മേഖലകളിൽ നമ്മൾ ചിലർ പറയാറുണ്ട്, അയ്യോ കർത്താവിനെ അറിഞ്ഞ ശേഷം ആകെ പ്രശ്നങ്ങളാന്നൊക്കെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രശ്നമല്ല, പണിയപ്പെടലിന്റെ ഭാഗമാണ്. പല മേഖലകളിലും നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് നമ്മൾ അവസരം കൊടുത്ത്, നമ്മൾ കർത്താവിനെ അനുവദിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് പല മേഖലകളിലും കർത്താവ് കൈവയ്ക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ, നമ്മുടെ ഈഗോ സെൻട്രിക് എല്ലാ മേഖലകളിലും ഹല്ലേലൂയ സുവിശേഷത്തിന് ആക്സസ് ലഭിക്കുന്ന എല്ലാ മേഖലകളിലും ഹല്ലേലൂയ ഈ പൊട്ടൽ അല്ലെങ്കിൽ അഥവാ പണിയപ്പെടൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, if anyone intends to follow me, let him deny himself and take up my cross and follow me. എന്നെ ഒരുത്തൻ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തതിൻ്റെ പിന്നാലെ വരട്ടെ. Once you carry the cross, you are not supposed to walk in the path that is contrary to the path of the cross. ഒരിക്കൽ ക്രൂശ് എടുത്താൽ ക്രൂശിൻ്റെ പാന്താവിലെ സഞ്ചരിക്കാവൂ. പ്രൈസ് ഗോഡ്. ഇവിടെയാണ് നമ്മുടെ കർത്താവായ യേശു മശീഹായുടെ ഭൂമിയിലെ ശുശ്രൂഷ അർത്ഥഗംഭീരമാകുന്നത്. When Jesus began his ministry, he knew that there is a cross awaiting for him. കർത്താവിന് അറിയാമായിരുന്നു തൻ്റെ മുമ്പിൽ ക്രൂശുണ്ടെന്നുള്ളത്. He knew because he came down into this world with an intent to carry the cross. Praise God. He never walked away. He never walked, not even one moment of time, contrary to the path of the cross. കർത്താവ് താൻ ഭൂമിയിലേക്ക് വരുന്നതിന് മുന്നമേ തനിക്കറിയാം ഭൂമിയിൽ തനിക്കൊരു പാനപാത്രമുണ്ടെന്നും, എന്നാൽ ആ ക്രൂശിന്റെ പാന്താവിന് വിരുദ്ധമായി കർത്താവ് ഒന്നും ചെയ്തിട്ടില്ല. He never walked away from that path of the cross, not even one moment of time. The perfect personality who had ever walked upon this planet. Hallelujah. ക്രൂശിങ്കിലേക്കുള്ള പാന്താവിന് നിരക്കാത്ത ഒരത്ഭുതങ്ങളും കർത്താവ് ചെയ്തില്ല. He did not perform any miracles that were contrary to the path of the cross. ക്രൂശിന്റെ പാന്താവിന് നിരക്കാത്ത ഒരത്ഭുതങ്ങളും കർത്താവ് ചെയ്തില്ല. Whatever he had performed, whatever he had accomplished, whatever the miracles or wonders and signs that Jesus had performed, they were all contributing to his entry to the cross. ക്രൂശിൽ നിന്ന് തന്നെ വ്യതിചലിപ്പിക്കുന്ന ഒന്നും കർത്താവ് ചെയ്തില്ല. He did not go to a place that would delay his entry to the cross. He did not perform any miracles that will take his focus off from the cross. ക്രൂശിങ്കിലേക്കുള്ള പാന്താവിൽ നിന്ന് തന്നെ വ്യതിചലിപ്പിക്കുന്നതോ, ആ യാത്രയിൽ നിന്ന് അല്പം തനിക്കൊരു വൈകല്യം ലഭിക്കുന്നതോ, കുറച്ചും കൂടെ സമയം നീട്ടി കിട്ടുന്നതായ ഒരു
കാര്യത്തിലും ഒരു കാര്യവും കർത്താവ് ചെയ്തില്ല. മാത്രമല്ല, ക്രൂശിങ്കിലേക്കുള്ള പാന്താവിനെ നിരക്കാത്ത ഒരു സ്ഥലത്തും കർത്താവ് പോയില്ല. He never got involved in any manner of conversations that were contrary to the path of the cross. ക്രൂശിങ്കിലേക്കുള്ള പാന്താവിനെ നിരക്കാത്ത ഒരു സ്ഥലത്തും കർത്താവ് പോയില്ല. ഒരു സംഭാഷണത്തിന് പോലും കർത്താവ് ഇടപെട്ടില്ല. അത്ര കൃത്യതയോടെ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന ലക്ഷ്യപ്രാപ്തി പോകുവോളം, നിവർത്തിക്കുവോളം കൃത്യതയോടെ അതിൽ തന്നെ മാത്രം സഞ്ചരിച്ച് അത് നിവർത്തിച്ച ഒരുവന്റെ പാദം ഈ ഭൂമിയിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ആരാധിക്കുന്ന ആരാധ്യനായ യേശുവിന്റെ പാദമാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ, തൻ്റെ മുന്നിൽ കല്ലിനെ അപ്പമാക്കാൻ ഓഫർ ലഭിച്ചിട്ട് പോലും he did not perform a miracle. If you are a son of God, command this stone to become bread. തൻ്റെ മുമ്പിൽ ഓഫർ ലഭിച്ചു. It's not that he was not hungry to eat something. വിശപ്പില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഒരിക്കലും ആ ഒരു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പാന്താവിന് നിരക്കാത്ത ഓഫറായിരുന്നു. ഹല്ലേലൂയ. ആകാശത്ത് നിന്ന് അടയാളം കാണിച്ചു തന്നാൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും തനിക്ക് അടയാളം കാണിച്ചു കൊടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല, ബട്ട് ഹി ഹിംസെൽഫ് വാസ് ദ ഗ്രേറ്റസ്റ്റ് സൈൻ ഫ്രം ഹെവൻ. താൻ തന്നെയായിരുന്നു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വെളിപ്പെട്ട ഏറ്റവും വലിയ അടയാളം എന്നുള്ളത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒരിക്കലും ക്രൂശിന്റെ പാന്താവിന് വിരുദ്ധമായി കർത്താവ് സഞ്ചരിച്ചിട്ടില്ല. അത്ര കൃത്യതയോടെയായിരുന്നു തൻ്റെ യാത്ര മുഴുവനും. പ്രൈസ് ഗോഡ്. So as each moments were passing by, Jesus knew he was walking closer to the cross. ഓരോ ദിനരാത്രങ്ങൾ പിന്നിടും തോറും കർത്താവിന് അറിയാമായിരുന്നു അത്രത്തോളം തൻ്റെ യാത്രയുടെ ദൈർഘ്യം, ക്രൂശിങ്കിലേക്കുള്ള തൻ്റെ യാത്രയുടെ ദൂരം കുറഞ്ഞു വരികയാണെന്ന് അറിഞ്ഞിട്ടും, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ the cross was becoming more in vicinity as Jesus was getting closer to that destiny. Praise God. ഓരോ ദിനരാത്രങ്ങൾ പിന്നിടുന്തോറും ക്രൂശ് എന്ന ഒരു ചിത്രം മാത്രമല്ല, ക്രൂശിന്റെ റിയാലിറ്റി വളരെ കൃത്യതയോടെ തൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരികയായിരുന്നു. പ്രൈസ് ഗാഡ്. അതാ ഈ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രൈസ് ഗാഡ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, കർത്താവിൻ്റെ ഭൂമിയിലെ ശുശ്രൂഷയിൽ തനിക്കറിയാമായിരുന്നു തൻ്റെ മുന്നിൽ ക്രൂശുണ്ടെന്നുള്ളത്. ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ കർത്താവ് പല പ്രാവശ്യം പറഞ്ഞെങ്കിൽ അവർക്ക് ഒന്നും മനസ്സിലായില്ല. നോർ ഡിഡ് ദേ എക്സ്പെക്ട് ജീസസ് ടു ഹാപ്പൻ സച്ച്. അങ്ങനെ ഇതിൽ നടക്കണമെന്ന് അവർ ആഗ്രഹിച്ചില്ല. പക്ഷേ തൻ്റെ ഭൂമിയിലെ യാത്രകൾ, ജയ് യാത്ര, തൻ്റെ വിജയശ്രീലാളിതനായ തൻ്റെ വിക്ടോറിയസ് ജേർണി, ട്രയംഫൽ ജേർണി ടു ദ ക്രോസ്, ആസ് ഹി വാസ് വാക്കിംഗ്, ആസ് ഈച്ച് ഡേയ്സ് വർ പാസിംഗ്, ആസ് ഹി വാസ് വാക്കിംഗ് ക്ലോസർ, തൻ്റെ ഭൂമിയിലെ ശുശ്രൂഷ അവസാനിക്കാറായി എന്നറിയുമ്പോൾ തൻ്റെ മുന്നിൽ താൻ ആരംഭത്തിൽ അക്ഷരാർത്ഥത്തിൽ ക്രൂശ് കാണുന്നില്ലെങ്കിലും ദൂരം കുറഞ്ഞു വരുന്തോറും ക്രൂശ് തൻ്റെ മുമ്പിൽ ശരിക്കും തെളിഞ്ഞു വരികയായിരുന്നു. He knew the pain of the cross ahead of time. He knew the reproach of the cross ahead of time. He knew the sufferings of the cross ahead of time. സമയത്തിന് മുന്നമേ ക്രൂശിന്റെ വ്യഥ എന്താണെന്ന് തനിക്കറിയാമായിരുന്നു. ക്രൂശിന്റെ നിന്ന എന്താണെന്ന് തനിക്കറിയാമായിരുന്നു. ക്രൂശിന്റെ അപമാനം എന്താ തനിക്കറിയാമായിരുന്നു. Because in those days cross was considered as the most contemptible object, accursed object. ആ കാലഘട്ടത്തിൽ ക്രൂശിനെ മനുഷ്യൻ കണ്ടത് ഒരു ശാപ വസ്തുവായിട്ടായിരുന്നു. മാത്രമല്ല, ഒരു ഭവനത്തിൽ ഒരാൾ ക്രൂശിൽ തറയ്ക്കപ്പെടുവാൻ ഇടയായാൽ the whole family members will go through excommunication, because the entire family members are counted as accursed on account of one person. ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരു വ്യക്തി ക്രൂശിക്കപ്പെടാൻ ഇടയായാൽ ആ ഭവനവുമായി ബന്ധപ്പെട്ടവരെല്ലാം ശപിക്കപ്പെട്ടവരായിട്ട്, സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടവരായിട്ടാണ് തള്ളപ്പെടുന്നത്. But Jesus gladly accepted the cross. എന്നാൽ ക്രൂശിന്റെ നിന്ദയും അപമാനവും അതിൻ്റെ വ്യതയും സന്തോഷത്തോടെ കർത്താവ് സ്വീകരിച്ചു. ഞാൻ അത്രയും പറഞ്ഞ ശേഷം ബാക്കി ഭാഗത്തേക്ക് പോയിട്ട് പെട്ടെന്ന് നമുക്ക് മടങ്ങി വരാം. പ്രൈസ് ഗോഡ്. ഇനി ഇവിടെ കർത്താവ് പറഞ്ഞത്, ഈ കല്ലിന്മേൽ വന്ന് വീഴുന്ന ഏവനും ഉടയപ്പെടും. നമ്മുടെ ഹൃദയത്തിലെ
അഭിലാഷങ്ങളും മുൻകാല ആഗ്രഹങ്ങളും ചിന്തകളും നമ്മുടെ ചിന്താ മേഖലകളെല്ലാം ഉടയപ്പെടും. കർത്താവിനെ അറിയുന്നതിന് മുന്നമേ നമ്മൾ സഞ്ചരിച്ചത് വേറെ ഡയറക്ഷനിലായിരുന്നു. കർത്താവിനെ അറിഞ്ഞ ശേഷം നേരത്തെ സഞ്ചരിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പിന്നെ സഞ്ചരിക്കുന്നത്. അപ്പൊ അന്ന് സഞ്ചരിച്ചിരുന്ന ലക്ഷ്യത്തിൽ നിരക്കാത്ത എന്തൊക്കെ തീരുമാനങ്ങളുണ്ടോ അതിനെല്ലാം നമ്മൾ സ്റ്റീർ ചെയ്യേണ്ടി വന്നു, അതിനെ മാറ്റേണ്ടി വന്നു, അല്ലെങ്കിൽ അതിനെ രൂപപ്പെടുത്തേണ്ടി വന്നു. പ്രൈസ് ഗോഡ്. കാരണം എന്താണ്? ഈ കല്ലിലേക്ക് വന്ന് വീഴുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഉടയപ്പെടുകയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, as you fall upon this living stone, your egos are broken, your egocentric becomes broken, your aspirations to become recognized by others, your selfishness or your arrogance, your nature, your own selfish expectations, they are all subjected to be broken as you fall upon this stone. ഈ കല്ലിന്മേൽ വന്ന് വീഴുമ്പോൾ നമ്മുടേതായിട്ടുള്ള ചിന്തകൾ, നമ്മുടേതായിട്ടുള്ള അഹങ്കാരങ്ങൾ, നമ്മുടെ ഈഗോ, മറ്റുള്ളവർ നമ്മൾ അറിയണമെന്നുള്ള ആഗ്രഹം, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഉടയപ്പെടുകയാണ് ഇവിടെ. കാരണം എന്താണ്? This is a new journey. ഹലോ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ആ ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴും there is something called grow in Christ. ക്രിസ്തുവിൽ വളരുക എന്നൊരു സംഭവമുണ്ട്. കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് യോഹന്നാൻ പറയുന്നത്, ഞാനോ കുറയണം, അവനോ വളരണം. പ്രൈസ് ഗോഡ്. But there is something else called the stone falling upon someone. എന്നാൽ മറ്റൊരു ഭാഗമുണ്ട്. ഈ കല്ല് ഏതെങ്കിലും ഒരുവന്റെ മേൽ വന്ന് വീണാൽ, the first one, praise God, that is a good news. We are broken, but we have received the life. ഉടയപ്പെട്ടു ഒന്നാമത്തതിൽ. പക്ഷെ സദ്വർത്തമാനം എന്ന് പറഞ്ഞാൽ ജീവൻ ലഭിച്ചു, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നു. പ്രൈസ് ഗോഡ്. പക്ഷെ രണ്ടാമത്തത്, the stone falling upon someone is not a good news at all. അതൊരു നല്ല വർത്തമാനമല്ല. കാരണം എന്താണ്? അത് അതൊരു മുന്നറിയിപ്പാണ്. ബിക്കോസ് that brokenness, അവിടെ പറയുന്നത്, it shall grind him into powder. പിന്നെ അവന്റെ അഡ്രസ് പോലും കാണില്ല. Hallelujah. It's an alarming to anyone who denies the truth. സത്യത്തെ ത്യജിക്കുന്ന ഏത് വ്യക്തിയോടുമുള്ള ഒരു മുന്നറിയിപ്പും കൂടെയാണ്. Which takes us all the way to the book of Daniel chapter 2, in which the king Nebuchadnezzar, when he, as he became frustrated on seeing a vision which he forgot instantaneously. അവിടെ ദാനിയേൽ 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നമുണ്ട്. അവിടെ പറയുന്നത്, താൻ സ്വപ്നം കണ്ടപ്പോൾ it looks majestic, but suddenly he forgot. He became frustrated because he began to see this statue before him as he was worried or concerned about the future of his kingdom and his kingship. തൻ്റെ രാജ്യത്തിൻ്റെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് ഇങ്ങനെ ചിന്താനിമഗ്നായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തൻ്റെ ചിന്തകളെ മുഴുവനും വലയ്ക്കുന്ന ഒരു സ്വപ്നം കാണുകയാണ്. But alas, he forgot the dream and he forgot the meaning of the dream. ഈ സ്വപ്നവും താൻ മറന്നു, സ്വപ്നത്തിന്റെ അർത്ഥവും മറന്നുപോയി. അങ്ങനെയല്ലോ ദേശത്തുള്ള സകല പ്രശ്നക്കാരെയും ലക്ഷണവിദ്യ പറയുന്നവരെയും കള്ളപ്രവാചകന്മാരെയും മുഴുവൻ വിളിച്ചു കൊണ്ടുവന്നു. But none of them could tell him what was the dream about, nor its meaning. അങ്ങനെ ഇരിക്കുമ്പോഴാണ് the message was conveyed to Daniel and his colleagues. ദാനിയേൽ ഒരു അല്പസമയം ചോദിച്ചു, ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ. Praise God. And the Bible says Daniel and his friends, they got into the room, they began to pray, and the dream and its meanings were revealed to Daniel. അതിൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥങ്ങൾ മുഴുവനും ദാനിയേൽ ദൈവം വെളിപ്പെടുത്തി. ഉടനെ ദാനിയേൽ പറഞ്ഞു, രാജാവിൻ്റെ മുമ്പിൽ നിൽക്കാനായിട്ട് ഒരു സമയം തരണം. അങ്ങനെ രാജാവിൻ്റെ അടുക്കൽ നിന്നു കാര്യങ്ങൾ ചോദിച്ചു. ദാനിയേൽ പറഞ്ഞു, രാജാവേ, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം മുഴുവൻ കർത്താവിനുള്ളതാണ്. അവൻ രാജാക്കന്മാരെ മാറ്റുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. Is a God who changes the seasons and course. കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. അങ്ങ് കണ്ട സ്വപ്നമോ അങ്ങ് ഇങ്ങനെ തൻ്റെ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച്, അങ്ങയുടെ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള
ഭാവിയെക്കുറിച്ച് ഇങ്ങനെ ചിന്താനിമഗ്നനായിരിക്കുമ്പോൾ there comes a statue which initially at the outset it looks so glorious, but the ending is not very sounding. അങ്ങ് കണ്ട സ്വപ്നമോ ഒരു വലിയ മഹത്വകരമായ നല്ല ശോഭയുള്ള വലിയൊരു ഒരു പ്രതിമ അങ്ങയുടെ മുമ്പിൽ കാണുകയാണ്. പ്രൈസ് ഗോഡ്. അവിടെ പറയുന്നത് അതിൻ്റെ ശിരസ്, the head is made of finest gold. അതിൻ്റെ ശിരസ് തങ്കം കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ് അല്ലേ? പിന്നെ ഷോൾഡറും അതിൻ്റെ എന്താ പറയുക, ഷോൾഡറും ആംസ്, കൈകളും അതുപോലെ നെഞ്ചു മുഴുവൻ എങ്ങനെയാണ്? ഫൈനസ്റ്റ് സിൽവർ, വെള്ളി കൊണ്ടുള്ളതാണ്. പിന്നെ അബ്ഡോമൻ അതുപോലെ തൈ were made of bronze. കാല് ഇരുമ്പ് കൊണ്ട്, പാദം പകുതി ഇരുമ്പും പകുതി കളിമണ്ണും. And these various components of elements that you saw in this dream were the symbolic of various kinds of kingdoms that are going to happen aftermath of your kingship. അങ്ങയുടെ കാലഘട്ടത്തിന് ശേഷം ലോകത്തിൽ കാണുവാൻ പോകുന്ന വ്യത്യസ്ത രാജാക്കന്മാരുടെ കാലഘട്ടത്തെ കാണിക്കുന്നു. But as you continue to watch upon this dream, this statue, there comes a stone which is not hewed or carved by the human hands. അങ്ങ് ഈ സ്വപ്നം കണ്ട് ഈ പ്രതിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് മുകളിൽ നിന്ന് വരികയാണ്. And it hit directly on the feet of this statue, powder in the entire statue that it cannot be traced thereafter. എന്ന് പറഞ്ഞാൽ അങ്ങ് കണ്ട ഈ പ്രതിമയുണ്ടല്ലോ, ഈ പ്രതിമയെ ഉയരത്തിൽ നിന്ന് വന്നൊരു കല്ല് വരുന്നത് കണ്ടല്ലോ, വന്ന് ഇതിൻ്റെ പാദത്തിൽ അടിച്ചിട്ട് ഈ പ്രതിമയെ മുഴുവൻ അടിച്ച് തകർത്ത് തവിടുപൊടിയാക്കി അതിൻ്റെ അഡ്രസ് പോലും മേൽവിലാസം പോലും ഇല്ലാത്ത രീതിയിൽ അതിനെ ഭൂമുഖത്തുനിന്ന് പറത്തി കളഞ്ഞിട്ട് the stone that you saw coming from above filled the whole earth like a huge mountain. എന്നാൽ ഭൂമിയിലുള്ള മനുഷ്യന്റെ ആധിപത്യങ്ങളെ, മനുഷ്യന്റെ സിസ്റ്റത്തെ മുഴുവനും ദൈവം ഉടച്ച് തകർത്തെറിഞ്ഞ ശേഷം ദൈവം താനായി തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ പോകുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ കാണുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, where Jesus shall reign as a King of Kings and as a Lord of Lords. ഹല്ലേലൂയ. ദൈവം തൻ്റെ രാജ്യം ഭൂമി സ്ഥാപിക്കുകയും, ഹല്ലേലൂയ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവേശു രാജാതി രാജാവും കർത്താതി കർത്താവായി വാഴുകയും ചെയ്യാൻ പോകുന്ന തൻ്റെ രാജ്യത്വം, അന്തമില്ലാത്ത ഒരു രാജ്യത്വം ഭൂമിയിൽ സ്ഥാപിക്കാൻ പോകുന്ന ഒരു കാലഘട്ടം വിദൂരമല്ല. And to that glorious day we are eagerly waiting for. ആ മഹത്വകരമായ ദിവസത്തിന് വേണ്ടി നമ്മളും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. Praise God. So it refers to the second part of this what Jesus said. അതായത് 18ാമത്തെ വാക്യത്തിൽ verse 18, the second line refers to according to Daniel chapter 2. Praise God. അവിടെ പറയുന്നത് upon whomever this stone falls. It's not a good news because it's going to powder anyone upon whom this stone falls. Hallelujah. അവനെ ധൂളിപ്പിക്കുമെന്ന് പറഞ്ഞു. Praise God. We are not supposed to become part of the second one. Thank God if we are part of the first one. രണ്ടാമത്തേതിൽ പങ്കാളികളാകുവാനല്ല കർത്താവ് നമ്മെ വിളിച്ചത്, ഒന്നാമത്തെ ഗണത്തിൽ പെടാനാണ്. ഈ അവനിലേക്ക് വന്ന് വീണപ്പോൾ പൊട്ടിയെങ്കിലും, അല്പം ഒന്ന് ഉടഞ്ഞെങ്കിലും, ഒന്ന് തകർന്നെങ്കിലും, പ്രൈസ് ഗാഡ്, ജീവൻ ലഭിക്കുവാൻ കാരണമായി തീർന്നു. ഇന്ന് പകലിൽ ആ പദവി ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗാഡ്. Come on, കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ഗാഡ്. Now let's come to the theme of that message. Verse 17 says, the stone which the builders rejected has become the chief cornerstone. അതായത് ഈ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. റിജക്ഷൻ ഈസ് പെയിൻഫുൾ അറ്റ് എനി ഏജ്. ഏത് പ്രായത്തിലും തിരസ്കരിക്കപ്പെടുക എന്നുള്ളത് കൊടിയ വേദനിക്കുന്ന അനുഭവമാണ്. See, Jesus said, in this world you will have trials. You will be rejected on account of me. You will face frustration. But be of good cheer, for I, Jesus, have overcome this world. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ,
എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കും, നിങ്ങളെ നിന്ദിക്കും, നിങ്ങളെ തള്ളിക്കളയും, നിങ്ങളെ തിരസ്കരിക്കും, നിങ്ങളെ വിടക്കണ്ണെന്ന് കളയും. എൻ്റെ നിമിത്തം നിങ്ങളെ പുച്ഛിക്കും, നിങ്ങളെ ഉപദ്രവിക്കും, നിങ്ങളെ പീഡിപ്പിക്കും. സകല തിന്മയും നിങ്ങൾ ചെയ്യാത്തതുപോലും നിങ്ങളെ കൊണ്ട് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളെ യു വിൽ ബി ഫാൾസ്ലി ചാർജ്, യു വിൽ ബി ഫാൾസ്ലി ഇൻക്രിമിനേറ്റഡ്. നമ്മൾ ചിന്തിക്കാത്ത കാര്യം പോലും ചെയ്തു എന്ന് നമ്മളെ കുറിച്ച് പറയും, ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയും. ഹലോ, ഇതെല്ലാം നമ്മെ കുറിച്ച് പറയുമ്പോഴും ഇതൊക്കെ കർത്താവ് ഗ്യാരണ്ടിയായി പ്രോമിസ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. So there is no wonder if people blame you, if people create what you call they create some stories against you. അതായത് മനുഷ്യൻ നമ്മെ കുറിച്ച് പറഞ്ഞെങ്കിൽ അത്ഭുതപ്പെടാനില്ല. കർത്താവ് പറഞ്ഞു ഇത് നടക്കും. on account of him it will happen. But what is our role? What is our attitude towards our adversities? എന്നാൽ പ്രതികൂലങ്ങളോടുള്ള നമ്മുടെ സമീപനമാണ് ഇമ്പോർട്ടൻറ്റ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. Some of us are failures in handling our failures. നമ്മുടെയൊക്കെ പലരും തോൽവിയെ കൈകാര്യം ചെയ്തതിലൊക്കെ തോറ്റുപോകുന്നവരാണ്. Some of us, we are a failure in handling rejections and such false situations when we unexpectedly encounter with. അപ്രതീക്ഷിതമായി ഏതെങ്കിലും ഇങ്ങനെ സാഹചര്യങ്ങളൊക്കെ നേരിടുമ്പോൾ അതിനെ കൈകാര്യം ചെയ്ത് നമ്മളൊക്കെ പലരും ഒരു പരാജയമാണ്. പക്ഷേ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് പഠിക്കണമെങ്കിൽ turn your eyes upon Jesus. Hallelujah. Come on, can I hear a nice amen? നന്നായിട്ടൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിങ്ങളെല്ലാവരും ഇസ്രായേൽ ഗോത്രങ്ങളെ പോലെ ചെതറിയിരിക്കുകയാണെങ്കിലും മനസ്സുകൊണ്ട് ഒന്നിച്ചിരിക്കണേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. Come on, ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ, കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ. നന്നായിട്ടൊന്ന് കർത്താവിനെ സ്തുതിച്ചോ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഒന്നും കൂടെ, ഒരെണ്ണല്ല, ഒരു 3-4 ഹല്ലേലൂയൊക്കെ കർത്താവിന് കൊടുക്കുക. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇനി how do we handle our rejection? പഴയ നിയമത്തിൽ I just want to pick up a couple of characters from at least 1 or 2 from the Old Testament. If you summarize the history of those saints who were chosen by God in the Bible, വേദപുസ്തകത്തിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭക്തന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ majority of them had gone through rejection. Some of them were rejected by their own parents, some of them were rejected by their own siblings, some of them were rejected by their own people, some of them were rejected by their own friends. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭക്തന്മാരുടെ ചരിത്രം പഠിച്ചാൽ നല്ലൊരു കൂട്ടം ആളുകളും തിരസ്കരണത്തിലൂടെ, തള്ളപ്പെടലൂടെ കടന്നു പോയിട്ടുള്ള. റിജക്ഷൻ സിംപ്ലി മീൻസ് വി ഡോണ്ട് നീഡ് യു. ഹലോ, തിരസ്കരണത്തിന്റെ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിന്നെ വേണ്ട. വി ഡോണ്ട് നീഡ് യു. ഹലോ, വി ഡോണ്ട് നീഡ് യു. വി ഡോണ്ട് നീഡ് യുവർ മണി. വി ഡോണ്ട് നീഡ് യുവർ കോൺട്രിബ്യൂഷൻ. വി ഡോണ്ട് നീഡ് യു. അതാണ് റിജക്ഷന്റെ ഒറ്റ വാക്കിലുള്ള നിർവചനം എന്നുള്ളത്. ബട്ട് വാട്ട് ഈസ് ദ റിജക്ഷൻ ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ് in the light of the word of God? തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദൈവ പൈതലിന്റെ തിരസ്കരണം. And what is God's mandate on our rejection? എന്നാൽ നാം തിരസ്കരണത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിലുള്ള ദൈവിക പദ്ധതി എന്താണ്? Shall we go to the book of Psalms 118 verses 22? 118 സങ്കീർത്തനം 22ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? Psalms 118:118. Thank you. The stone which the builders rejected has become the chief cornerstone. And next line, next verse 23. Verse 23. Okay, Manak. Okay, please read that. Continue that. This is the Lord's doing. It has become marvelous in our eyes. മലയാളത്തിൽ ഒന്ന് വായിച്ചാട്ടെ. നമ്മളൊക്കെ 23ാമത്തെ വാക്യം എടുത്ത് കല്യാണത്തിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാറുണ്ട്. കുഴപ്പമില്ല, നല്ല കാര്യമാണ്. പക്ഷെ ഈ തിരസ്കരണത്തോടുള്ള ബന്ധത്തിൽ 22ഉം 23ഉം കൂടെ ചേർത്ത് പഠിക്കണം. 22ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, വീട് പണിതവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അടുത്തത് പറയുകയാണ്, ഇത് യഹോവയാൽ സംഭവിച്ചു.
This is the Lord's doing. Hello, come on. Hallelujah. അതൊന്ന് പേഴ്സണലൈസ് ചെയ്തൊന്ന് പറഞ്ഞു നോക്കാമോ? നമ്മളെ ഒന്ന് ബന്ധപ്പെടുത്തി ഒന്ന് പറയാമോ? പ്രൈസ് ഗാഡ്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ, ഞാൻ തള്ളപ്പെട്ടവനായിരുന്നു, പക്ഷെ ഇവിടെ പറയാണ് യഹോവയ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. വിച്ച് മീൻസ് വാട്ട് ഈസ് ഗോഡ്സ് മാൻഡേറ്റ് ഓൺ അവർ റിജക്ഷൻ. നമ്മുടെ തിരസ്കരണത്തിൽ, നാം അനുഭവിക്കുന്ന തിരസ്കരണത്തിൽ, നാം കടന്നു പോകുന്ന തള്ളപ്പെടലിൽ ദൈവത്തിന്റെ പദ്ധതി എന്താണ്? ഹലോ, പ്രൈസ് ഗാഡ്. I'm not trying to share it in order to revive your past wounds. In case if you are not healed, this is my humble request to get healed by the word of God this morning. നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലെ മുറിവുകളെ ഓർമ്മിപ്പിക്കുകയല്ല, പക്ഷെ എവിടെയെങ്കിലും മുറിവ് ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ അത് വേദനിപ്പിക്കുന്നെങ്കിൽ അർത്ഥം you need to be healed. Hallelujah, praise God. 105 സങ്കീർത്തനത്തിലേക്ക് ഒന്ന് പോകാം. Psalms 105 verse 17. 105 സങ്കീർത്തനത്തിന്റെ 17ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. പ്ലീസ് ഇൻ ഇംഗ്ലീഷ്. No, verse 17. He sent a man ahead of them, Joseph, who was sold for a servant. രണ്ട് സംഭവങ്ങൾ ഈ 17 എന്നെ കുറച്ച് നാളുമ്പ് പരിശുദ്ധാത്മാവിനെ പിടിച്ചു നിർത്തിയൊരു വാക്യം നമ്മൾ ഒത്തിരി വായിച്ചു പോകാറുള്ളതാണ്. Psalms 105 105 സങ്കീർത്തനം മുഴുവനും it tells us the embodiment of the formation of the people of Israel as a nation. ഇസ്രായേൽ ജനത്തെ ഒരു ജനതയായി ദൈവം രൂപപ്പെടുത്തുന്നത് മിസ്രൈമിൽ വെച്ച ആ സംഭവമാണ് 105 സങ്കീർത്തനം. അത് മൊത്തം ഒന്ന് വായിക്കണം. ഇപ്പൊ വായിക്കല്ലേ, വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. ആ 105 സങ്കീർത്തനം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇരുന്ന് ഇങ്ങനെ വായിച്ചു പോകും. അത്ര ഭയങ്കര. അതിന്റെ 37 വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കൊന്ന് വിലയിരുത്തി വായിച്ചാൽ കോരി തിരിച്ചു പോകും. പ്രൈസ് ഗോഡ്. ഇനി അത് മുഴുവനും ഇസ്രായേൽ ജനത്തെ ദൈവം ഒരു ജനതയായി രൂപപ്പെടുത്തുകയായിരുന്നു മിസ്രൈമിൽ വെച്ച്. അവിടെ വെച്ചാണല്ലോ ദൈവം അവരെ റിപ്ലനിഷ് ചെയ്തത്. ബട്ട് ahead of all he sent a man ahead of them. ആദ്യമായി ദൈവം ചെയ്തെന്തായിരുന്നു? അവർക്കെല്ലാം മുന്നമേ ദൈവം ഒരാളെ അങ്ങോട്ട് അയച്ചു. എന്നിട്ട് അത് ആരാണെന്ന് മനസ്സിലാക്കാൻ അടിക്കുറിപ്പിട്ട് ഒന്ന് പറയുകയാണ്, യോസേപ്പിനെ പണ്ട് വിറ്റ് കളഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഹല്ലേലൂയ. Man sold, God sent. ഹല്ലേലൂയ. മനുഷ്യൻ വിറ്റു, പക്ഷെ ദൈവം അയച്ചതായിരുന്നു. ഹല്ലേലൂയ. Man's adversity, God's opportunity. മനുഷ്യന്റെ തിക്താനുഭവം ദൈവത്തിന്റെ ഒരു അവസരമായിരുന്നു. ഹല്ലേലൂയ. Come on, praise God. മനുഷ്യൻ വിറ്റുകളഞ്ഞു. Man sold Joseph with an intent as though he will never come back, nor his dreams will be fulfilled. ഇവന്റെ സ്വപ്നത്തോടുള്ള ഭയം കൊണ്ടായിരുന്നു ഇവനെ വിറ്റുകളയാൻ പ്രേരിപ്പിച്ചത്. പക്ഷെ ഇതിന്റെ എല്ലാം ആരംഭം വിറ്റു എന്ന് പറയുന്നെങ്കിൽ പോലും അതിൽ ഉള്ളടങ്ങിയ there are many manifold things inside. It began with a hatedness. ആരംഭം ഒരു വെറുക്കപ്പെടലിലൂടെയായിരുന്നു. ഹലോ, come on, praise God, praise God. നമ്മളൊക്കെ ഇന്ന് കർത്താവിന്റെ കൃപയാൽ എത്തേണ്ട സ്ഥാനത്ത് എത്തപ്പെട്ടതിൽ പലരുടെയും പിറകില് എവിടെയൊക്കെ ഒരു കല്ലേറാണ്, എവിടെയൊക്കെയോ ആരൊക്കെയോ പുച്ഛിച്ച് തള്ളിയതാണ്, ആരൊക്കെയോ ചവിട്ടി താത്തിയതാണ്. ഗുണം പിടിക്കില്ല എന്നും പറഞ്ഞ് പലരും എഴുതി തള്ളിയ കേസുകളുണ്ട്. സ്കൂൾ അധ്യാപകർ പോലും നിന്നെ കൊണ്ട് ഒരു ചുക്കും നടക്കില്ല, നീ ഒന്നും ആവില്ല, ഗുണപ്പെടില്ല എന്ന് പറഞ്ഞ വെറുക്കപ്പെടലിൻ്റെയും വെറുപ്പ് സമ്പാദിച്ചതിൻ്റെയും തിരസ്കരണത്തിൻ്റെയും തള്ളപ്പെടലൊക്കെ പലരുടെയും ജീവിതത്തിൽ ഇന്ന് എത്തപ്പെട്ടതിൻ്റെ പിറകിൽ ഒരാരംഭം പോലെ നമുക്ക് കാണാൻ സാധിക്കും. Man's adversity, God's opportunity.
Praise God. Hallelujah. Come on. Hallelujah. പക്ഷെ ദൈവം അയച്ചതാണ്. ഒന്നാമത്തത്, ഇറ്റ്സ് the first one in verse 70, the first line, it's God's doing. But the second part of verse 17 is man's perspective on God's doing, not knowing what is happening. Hallelujah. ആ 37-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ പറയണം, യോസേഫിനെ അവർ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി എന്ന് വായിക്കുമ്പോൾ, ശ്രദ്ധയിരുത്തി വായിക്കുമ്പോൾ നമുക്ക് ഒരു ഡെഡ് ബോഡി വീട്ടിൽ നിന്നും കല്ലറയിൽ വെക്കാൻ കൊണ്ടുപോകുന്നത് പോലെ ആ ഒരു ഫീലിംഗ് ആണ് കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that chapter is end. ഒരധ്യായം അവസാനിച്ചു. ആരും വിചാരിച്ചില്ല ഇതിനപ്പുറത്തൊരു അധ്യായം ഉണ്ടെന്നുള്ളത്. ഇന്നലെ നമ്മൾ ചിന്തിച്ച പാസിംഗ് ത്രൂ ദ ഡാർക്കസ്റ്റ് വാലീസ് ഇൻ ദ ലൈഫ്. പ്രൈസ് ഗോഡ്. ആരും വിചാരിച്ചില്ല. ഇനി വേദോസം പഠിക്കുമ്പോൾ ഇന്നലെ ചിന്തിച്ച ഭാഗം ഒന്ന് ചേർത്ത് പറയട്ടെ. യോഹന്നാൻ നാട് കടത്തപ്പെട്ടപ്പോൾ, Apostle John was exiled into the island of Patmos. He says his testimony, I was in the island of Patmos. യോഹന്നാൻ പറഞ്ഞു, ഞാൻ പത്മോസിലാണെന്നല്ല, പത്മോസിലായിരുന്നു. ആ വാക്കിന് ഭയങ്കര അർത്ഥമുണ്ട്. ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ, so when you read that passage today, you may not feel a goosebump, you may not become emotional, but when you understand the circumstances or the historical background about that passage, those days, under the Domitian, it was practically impossible for someone once who were exiled into this island to return from that island to the mainland. ഒരിക്കൽ നാട് കടത്തപ്പെട്ടാൽ തിരിച്ചുവരവില്ലാത്ത യാത്രയായിരുന്നു ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ പത്മോസിലേക്കുള്ള യാത്ര. ഇറ്റ് വാസ് എ പാരലൽ മെത്തേഡ് ഓഫ് execution on the condemned prisoners. അതായത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരെ അവരെ ഇഞ്ചിഞ്ചായി കൊല്ലുവാനായി ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ച എ പ്ലേസ് ഓഫ് ഐസോലേഷൻ. നമ്മളൊരു 4-5 വർഷം മുമ്പ് കേൾക്കുമ്പോൾ പേടിച്ചിട്ടുള്ളൊരു വാക്കായിരുന്നു ഐസോലേഷൻ. ആ കാലഘട്ടത്തിൽ ഒരു ഐസോലേഷൻ ആയിട്ട് ഉപയോഗിച്ച ഒരു സോളിറ്ററി ഐലൻഡ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ പത്മോസ്. ഇറ്റ് വാസ് നോൺ ആസ് ദി ഗ്രേവ്യാർഡ് ഓഫ് ദി എക്സൈൽ. നാട് കടത്തപ്പെടുന്നവരുടെ ശവപ്പറമ്പായിരുന്നു. അതിലേക്ക് യോഹന്നാൻ എറിയപ്പെട്ടപ്പോൾ John had contemplated on himself as though the ministry is over. യോഹന്നാൻ വിചാരിച്ചു ശുശ്രൂഷയ്ക്ക് അവസാനിച്ചു, ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല എന്ന് യോഹന്നാൻ വിചാരിച്ചു. പക്ഷേ കർത്താവ് തനിക്ക് പ്രത്യക്ഷനായിട്ട് പറയുകയാണ്. അതാണ് വേഴ്സ് 18. ഇന്നലെ ഞാനത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല സമയത്തിന്റെ അപര്യാപ്തത കൊണ്ട്. വേഴ്സ് 18, there is another I was. There are 2 I was in chapter 1. One is in verse 9, the other one is in verse 18 in Revelation chapter 1. യോഹന്നാൻ പറയാണ്, I was in the island of Patmos. Now Jesus appears to John. യോഹന്നാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല യേശു കർത്താവ് തനിക്ക് അവിടെ പ്രത്യക്ഷനാകുമെന്ന്. Now Jesus, യോഹന്നാൻ പറയുന്നുണ്ട്, as I saw him, I fell at his feet as though one dead, because I never expected Jesus in this island. I thought this is the island of death. ഞാൻ ഇത് വിചാരിച്ചൊരു മരണത്തിന്റെ ഐലൻഡ് എന്നാ. കാരണം ഇവിടെ വന്നവരാരും രക്ഷപ്പെട്ടിട്ടില്ല. All what I can see are the remains of the skeletons and the skulls of others who were victimized, who were thrown into this island. എനിക്ക് മുന്നേ ഇവിടെ വന്നവരെല്ലാം ഇവിടെ കൊണ്ട് തീർന്നിട്ടുള്ളൂ. ഇതൊരു ഗ്രേവിയാർഡാണ്, ഒരു ശവപ്പറമ്പാണ്. ഇതൊരു മരണത്തിന്റെ ഐലൻഡാണ്, ജീവനില്ലാത്ത. ലിറ്ററൽ മീനിങ് ഓഫ് പത്മസ് ഈസ് sterile or infertile എന്നാണ്. പത്മോസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇൻഫെർട്ടൈൽ, ജീവനില്ലാത്തത് എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ ഐലൻഡാണ്. And I never expected Jesus in this island of death. Hallelujah. അവിടെ പറയുന്നത്, when I saw him, I fell at his feet as though one dead. മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. And the Bible says he laid his right hand upon me. എന്തൊരു അനുഭവം എന്നറിയാം. അവൻ തന്റെ വലങ്കരം എൻ്റെ മേൽ വെച്ചിട്ട് പറഞ്ഞു, do not be afraid. I'm the one who began a mission in your life, and I'm the one who decides where to finish, when to finish what I have begun, for I'm the beginning and the ending.
ഹല്ലേലൂയ. നിന്നിലൊരു പ്രവൃത്തി ആരംഭിച്ചത് ഞാനാണ്, അതെവിടെ തീർക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. പ്രൈസ് ഗോഡ്. വേറെ ആര് വിചാരിച്ചാൽ അതിന് തീർക്കാൻ പറ്റില്ല. Do not make an estimation about your life because of your present circumstances. Do not underestimate your future on the basis of your present situation. നിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ട് നാളെ നീ ഒരിക്കലും വിലയിരുത്തരുത്. Come on. It is not your circumstances that determine your tomorrow. Hallelujah. It is my favor, my presence that determine your tomorrow. ഹല്ലേലൂയ. നിന്റെ സാഹചര്യമല്ല നിന്റെ നാളുകളെ നിർണ്ണയിക്കുന്നത്. നിന്റെ മേലുള്ള എൻ്റെ സാന്നിധ്യവും എൻ്റെ നിയോഗവുമാണ്. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ, അവനത് നിവർത്തിക്കുന്നവനാണ്. 138 സങ്കീർത്തന അവസാനത്തെ വാക്യം, The Lord will perfect that is concerning me. യഹോവ എന്നെ കുറിച്ചുള്ള തൻ്റെ ആലോചനയ്ക്ക് മുഴുവനും സമാപ്തി വരുത്തുന്ന ദൈവമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 തുടങ്ങി 48 വരെയുള്ള അധ്യായം വായിക്കുമ്പോൾ ആവർത്തിച്ച് ദൈവം പറയുകയാണ്, I am the beginning, I am the ending, I am the beginning, I am the ending. Philippians chapter 1 verse 6 and verse 4 in Malayalam, verse 6 in English, it says, a God who began a good work in our life is able to bring it in completion. In 1 Thessalonians chapter 5 verse 24, the one who calls you is faithful, he will do it. In Hebrews chapter 12 verse 2, is the author and the perfecter. In the book of Revelation chapter 1 chapter 2, he is the beginning and he is the ending. അവൻ വെറുതെ വിളിച്ചവനല്ല, വിളിച്ചവൻ നിവർത്തിക്കുന്ന ദൈവമാണ്. Come on, praise God, praise God. വിശ്വാസമുള്ള കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. Praise God. So Jesus appears to John in the midst of that situation where John had thought his ministry is over, because God did not give him an escape from being exiled into this island. ഈ സോളിറ്ററി ഏകാന്ത ദ്വീപിലേക്ക് നാട് കടത്തപ്പെടുന്നതിൽ നിന്നും ദൈവം തനിക്ക് ഒരു തിരിച്ചുവരവ് കൊടുക്കാത്തത് കൊണ്ട് യോഹന്നാൻ വിചാരിച്ചു ശുശ്രൂഷയ്ക്ക് അവസാനിച്ച് കാണും, എനിക്ക് മുന്നേ വന്നവരെല്ലാം ഇവിടം കൊണ്ട് തീർന്നിട്ടുള്ളൂ. So sooner than later I am also going to have my final farewell in this world. പക്ഷെ കർത്താവ് പറഞ്ഞു, ഭയപ്പെടരുത്. ഹലോ, come on, do not make an estimation, do not make your own assumption about your future on the basis of what others have gone through. Hallelujah. മറ്റുള്ളവർ കടന്നുപോയത് ഇതേ അനുഭവത്തിലൂടെ ആയതുകൊണ്ട് ഞാനും ഇത് തന്നെയാണെന്ന് ഒരിക്കലും നമ്മെക്കുറിച്ച് പറയരുത്. Praise God. God may have placed you in a position where others may have failed and have given up. മറ്റൊരാൾ ഒരുപക്ഷെ കൈകാര്യം ചെയ്ത ദൗത്യം, തൻ്റെ അവിശ്വസ്തത നിമിത്തം പരാജയപ്പെട്ടു പോയ ഒരു സ്ഥലത്തായിരിക്കാം ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. മറ്റൊരാൾ ഒരുപക്ഷെ ചെയ്ത ശുശ്രൂഷയിൽ പരാജയം വന്ന സ്ഥാനത്തായിരിക്കാം ദൈവം നമ്മെ ആ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത്. മറ്റൊരാൾ ചെയ്ത ഒരു ദൗത്യം പരാജയപ്പെട്ടിടത്തായിരിക്കാം ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ബട്ട് യു ആർ നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് ദ സെയിം ഡെസ്റ്റിനി. ഹലോ, കം ഓൺ. എത്ര പേര് പരാജയപ്പെട്ടെടുത്താണ് ദൈവം നമ്മെ ജയാളികളാക്കുന്നത്. Consider the cross of Jesus. Until the death of Jesus on the cross, no one in the history who were nailed to the cross had ever returned immortal and incorruptible and alive. കർത്താവ് ക്രൂശിൽ കയറുന്നതുവരെ ക്രൂശിലേക്ക് പോയവരാരും ജീവനോടെ അമർത്യതയിൽ അദ്രവത്വത്തിൽ തിരിച്ചു വന്നിട്ടില്ല. Come on, hallelujah. അന്നുവരെ Calvary was a place of graveyard, but for the first time Calvary became victory. ആദ്യമായി കാൽവറി വിക്ടറിയായി മാറിയത് into the same place where hundreds of people were victimized. When Jesus was nailed to the same place, that changed the story, not only the story of the cross, but that changed the story of Calvary. Come on, praise God. അതേ സ്ഥാനത്തേക്കാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. അനേകർ പട്ടുപോയ രാജ്യത്താ ദൈവം നമ്മെ എത്തിച്ചിരിക്കുന്നത്. അനേകർ അവിശ്വസ്ത നിമിത്തമായി പിന്മാറിപ്പോയ ഒരു ദേശത്ത്, ഒരു സ്ഥലത്തായിരിക്കാം ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നത്. അവർ പരാജയപ്പെട്ടത് കൊണ്ട് കേവലം ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കാൻ മാത്രമല്ല, അതൊരു മുഖാന്തരം മാത്രമായിരുന്നു. ഹലോ, കമോൺ, അതൊരു മുഖാന്തരം മാത്രമാണ്. പക്ഷെ ദൈവം ഒരു ദൈവ പൈതലിനെ അയക്കുന്നത്
കേവലം ഒരു ജോലി ചെയ്ത് കുറച്ച് കാശൊക്കെ വാങ്ങിച്ച് ഇവിടെ അങ്ങ് സെറ്റിൽ ചെയ്യുക എന്നുള്ളതല്ല. ദൈവം ഒരു ദൈവപൈതലിനെ അയക്കുന്നതും സാധാരണ ഒരു മനുഷ്യനെ അയക്കുന്ന രണ്ടും രണ്ട് പെർസ്പെക്റ്റീവാണ്. ഹല്ലേലൂയ. ഒരു സ്ഥലത്തേക്ക് ദൈവം തൻ്റെ ഒരു ഭക്തനെ അയക്കുമ്പോൾ ഒരു പക്ഷേ നിവർത്തിക്കാത്ത അനേക ദൗത്യങ്ങൾ കർത്താവിന് നമ്മെക്കുറിച്ചുണ്ടായിരിക്കാം. ഒരുപക്ഷെ അനേകർ അവിശ്വസ്തത നിമിത്തം ഇട്ടെറിഞ്ഞു പോയ ഒരു സ്ഥലമായിരിക്കാം, പരാജയപ്പെട്ടു പോയൊരു ദൗത്യമായിരിക്കാം. ബട്ട് യു ആർ നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് ദ സെയിം ഹിസ്റ്ററി, യു ആർ ഗോയിങ് ടു റാദർ ചേഞ്ച് ദ ഹിസ്റ്ററി. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മടങ്ങി വരട്ടെ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ പെട്ടെന്ന് സമയത്ത് കർത്താവിദാസ് തന്നിട്ടുണ്ടെങ്കിലും ഞാൻ പരമാവധി പെട്ടെന്ന് വെട്ടിച്ചുരുക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ഗോഡ്. So in verse 70 you will see two perspectives. The first one is the Lord's doing, but the second one is man's view on what God was doing. ഒന്നാമത്തേത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു. എന്നാൽ അതിനെ മനുഷ്യൻ കണ്ടത് എങ്ങനെയായിരുന്നു? It began with the hatredness. Hello? It began with the hatredness from home by his own siblings. And it began to become culminated. അതിങ്ങനെ വർദ്ധിച്ചു പെരുകാൻ തുടങ്ങി. ആ വെറുപ്പ് ഇങ്ങനെ വർദ്ധിച്ചു. ഈ വെറുപ്പിനെ നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ, when you do not know how to handle hatredness, when you give space for something that is not in the order of the word of God, it begin to replenish, it begin to get culminated. അതിങ്ങനെ വർദ്ധിച്ചു വരും. അത് വന്ന് അവസാനം എവിടെ എത്തി? അവസാനം ഉപദ്രവത്തിലേക്ക് എത്തി, കൈകാര്യം ചെയ്തതിലേക്ക് എത്തി. അവസാനം അത് പൊട്ടക്കുഴിയിലേക്ക് ഒരുത്തിന് എറിഞ്ഞു. അവസാനം വിറ്റ് കളഞ്ഞിട്ടും അവസാനിച്ചില്ല. Then he has been declared dead. പിന്നെ യോസേഫിനെ ജീവിച്ചിരിപ്പില്ല. അതിലേക്ക് ഞാൻ ഈ വെളിപ്പാട് 1:18 കൊണ്ടുവന്നേ. കർത്താവ് യോഹന്നാനോട് പറയാണ്, I was dead. എന്റെ സഹോദരന്മാരോട് ചോദിച്ചപ്പോഴാണ് അതിന്റെ കൃത്യമായ മീനിങ് എനിക്ക് മനസ്സിലായത്. I was John, now you have been declared already dead. മെയിൻ ഐലൻഡിലെ അതായത് ഈ ഭരണാധികാരികളുടെ കണക്കില് ഇങ്ങോട്ട് വന്നവരാരും തിരിച്ചു പോകാൻ ചാൻസ് ഇല്ല, ഇവിടെ കൊണ്ട് തീർന്നേക്കുകയാണ്. യു ഹാവ് ഓൾറെഡി ലിസ്റ്റിൽ നിന്ന് നിന്നെ റെഡ് മാർക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ മരിച്ചവനായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജോൺ ഈസ് നോ മോർ. ഹലോ, കമോൺ. വിഷമായി പോയി അങ്ങനെ പറഞ്ഞത്? നിങ്ങളിങ്ങനെ പഴഞ്ഞ ഗതകാലത്തിലേക്ക് പോയോ? ഹല്ലേലൂയ. ഇച്ചിരി വിഷമം ഉണ്ടായിരിക്കില്ല ഇത് പറഞ്ഞപ്പോൾ. സാരമില്ല, വിഷമിക്കും, പക്ഷെ അതിന് അവസാനം മാധുര്യമുണ്ട്. സ്തോത്രം. ഇപ്പൊ യോഹന്നാൻ ഇവിടെ ദ്വീപിലേക്ക് വന്നു. അവിടെ ഓൾറെഡി ആസ്ഥാനത്ത് ഭരണാധികാരികൾ ഓൾറെഡി യോഹന്നാനെ കുറിച്ച് തലവേദന ഒഴിഞ്ഞു മാറി. ഇവനെ വെറുതെ വിട്ടാലും പ്രശ്നം, യേശുവിനെ കുറിച്ച് പ്രസംഗിക്കും, കൊന്നാലും ചാകില്ല, കൊല്ലാൻ ശ്രമിച്ചാലും they found out that he is an indestructible character. ഇവനെ കൊല്ലാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഇവനെ കൊല്ലാൻ ശ്രമിച്ച ചാകില്ല. അതുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് ആൾക്കാർ കൂടുതൽ വരും. ഇവനെ വെറുതെ വിട്ടാലും ഇവൻ പ്രസംഗിക്കുന്ന ജനം വരികയാണ്. ഒരു തലവേദന അങ്ങ് ഒഴിഞ്ഞു മാറി. ഏതായാലും അവിടെ കൊണ്ട് തീർന്നു, ഇനി തിരിച്ചു വരില്ല. ഖലാസ്. യോഹന്നാൻ അവിടെ കൊണ്ട് തീർന്നു. അപ്പൊ കർത്താവ് യോഹന്നാൻ പറയുമ്പോൾ അതിലെ അന്തർലീനമായിട്ടുള്ളത്, യോഹന്നാനെ നിന്നെ മരിച്ചവനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നെയും മരിച്ചവനായി ഒരിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. I was also declared once dead, but behold, I am alive forever, and I hold the key of death and Hades. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കയ്യിൽ. ഞാനാ തീരുമാനിക്കുന്നത് ഒരാൾ എവിടെ തീരണമെന്നുള്ളത്. Praise God, praise God. In the same manner, Joseph was already declared dead. അതുകൊണ്ടാണല്ലോ നമ്മൾ പിന്നീട് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ the brothers of Joseph now stand right in front of Joseph, not knowing as though it was their own brother of whom they thought he is no more alive. പറയുന്നുണ്ട്, we had a brother but he is no more alive. In other words, Joseph was declared dead. എത്രയോ പേര് വേദപുസ്തകത്തിൽ മരിച്ചു എന്ന് പ്രഖ്യാപിച്ചവരുണ്ട്. ഹലോ, മരിച്ചു എന്ന് പ്രഖ്യാപിച്ചവരുണ്ട്. എത്രയോ പേര് ആശുപത്രിയിൽ രക്ഷപ്പെടില്ല, തീർന്നെന്ന് പ്രഖ്യാപിക്കപ്പെട്ടവരുണ്ട്. എത്രയോ പേര് ഇനി രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ കേസുകളുണ്ട്. എത്രയോ പേര് രോഗബാധിതരായി ഇനി തിരിച്ചു വരവില്ല എന്ന് വിചാരിച്ചവരുണ്ട്. എത്രയോ പേര് ഇനി ഒരിക്കലും ജയിക്കില്ല, രക്ഷപ്പെടില്ല എന്ന് പറയപ്പെട്ടവരുണ്ട്. എത്ര പേര് ഇനി ജീവിതത്തിൽ ഒരിക്കലും ഗുണപ്പെടില്ല എന്ന് പറയപ്പെട്ടവരുണ്ട്. പക്ഷെ അതിന്റെ നടുവിലും when Jesus the life comes into the life,
ഹിസ്റ്ററി ചേഞ്ചസ്. നമ്മുടെ ജീവനായ കർത്താവ് വെളിപ്പെടുമ്പോൾ എത്ര അസാധ്യതകളും വഴിമാറി കൊടുക്കുകയാണ്. കമോൺ, പ്രൈസ് ഗാഡ്. എത്ര ഇല്ലായ്മയെ വഴിമാറി കൊടുക്കുകയാണ്. സകല റിപ്പോർട്ടും, മനുഷ്യന്റെ മറ്റ് വികലമായ സകല റിപ്പോർട്ടും ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. കാരണം എന്താണ്? He is the one who was, who is and who is to come. Hallelujah. Now Joseph himself, he reveals himself before the brothers. He said, "Sahoramare, don't worry because you sold me. You sold me out to Egyptian. Don't worry. I know you sold me." ഇതൊക്കെ ചെയ്ത് എന്നെ വെറുത്തത് കൊണ്ടാണെന്നറിയാം. നിങ്ങൾ എനിക്ക് ദോഷമായി നിരൂപിച്ചാന്നറിയാം. സാരമില്ല, അത് സാരമില്ല. കമോൺ, നമുക്കെല്ലാം വേണ്ടി ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. ഹലോ, ദൈവം നമുക്കെല്ലാം വേണ്ടി എന്നെ ഇങ്ങോട്ട് നേരത്തെ അയച്ചതാണ്. ഹലോ, ആ വെറുക്കപ്പെടൽ അയക്കപ്പെടലിന്റെ ഭാഗമായിരുന്നു. ഒറ്റപ്പെടൽ അയക്കപ്പെടലിന്റെ ഭാഗമായിരുന്നു. തള്ളപ്പെടൽ അയക്കപ്പെടലിന്റെ ഭാഗമായിരുന്നു. ആ കല്ലേറ് അയക്കപ്പെടലിന്റെ ഭാഗമായിരുന്നു. ആ തിരസ്കരണം അയക്കപ്പെടലിന്റെ ഭാഗമായിരുന്നു. Man sold but God sent. Man humiliated but God elevated. Man rejected but God accepted. Hallelujah. അതിലൊരു കാര്യം കൂടിയുണ്ട്. അത് പറഞ്ഞ് പെട്ടെന്ന് 2-3 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. God does not want us to live in the present parts of rejection. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? Many of us are still caught up as victims of the rejection. In other words, നമ്മൾ ആരാധനയ്ക്ക് വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, കർത്തൃമേശ പങ്കുകൊള്ളുന്നുണ്ട്. പക്ഷെ somehow, somewhere, not all of us, but some of us are still caught up in that jail, prison bars of the past rejection. കഴിഞ്ഞ കാലങ്ങളിലെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തതിൻ്റെ ആ ചിന്ത നമ്മെ ഭരിച്ച്, നമ്മുടെ വികാരങ്ങളിൽ ഇന്നും മുറിവേൽപ്പിച്ച്, എവിടെയോ കഴിഞ്ഞ ഗതകാലങ്ങളിലെ തിരസ്കരണത്തിൻ്റെ തടവറയ്ക്കകത്താണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ you will not be able to grow in Christian life. നിത്യത നഷ്ടപ്പെടുന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. You will not be able to grow in the likeness of Christ. But this morning the Holy Spirit is admonishing us to come out of that present parts. ആ തടവറയിൽ നിന്ന് പുറത്തു വരാമോ? Hallelujah. Come out of those present bars this morning. ഇന്ന് പകലിൽ ആ തടവറയ്ക്കകത്തുനിന്ന് പുറത്തു വരാമോ? നമ്മൾ ആരും അങ്ങനെ ഒരു തടവറയ്ക്കകത്ത് കിടക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. And that's what exactly you see in the life of Joseph. Now let's come to Jesus. How did Jesus handled his rejection? എങ്ങനെയാ കർത്താവ് തന്നെ തിരസ്കരിച്ച അല്ലെങ്കിൽ താൻ നേരിട്ട തിരസ്കരണത്തെ കർത്താവ് എങ്ങനെയാ കൈകാര്യം ചെയ്തത്? On that cruel cross he shouted victorious, "Father, forgive them, for they do not know what they do." പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. The real meaning of forgiveness is to act as though it has never happened before. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന തലത്തിലേക്ക് മനോഭാവത്തെ മാറ്റിയ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അവൻ താഴ്ത്തപ്പെട്ടെങ്കിൽ, മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും രോഗം ശീലിച്ചവനായി, നമ്മുടെ ദുഃഖം ശീലിച്ചവനായിരിക്കുമ്പോൾ പോലും ജീസസ് വാസ് നെവർ കോട്ട് അപ്പ് in the present parts of that betrayal. If you analyze the ministry of Jesus on the earth, നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷയെ ശരിക്കൊന്ന് സമ്മറി ആയിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the ending part of Jesus' ministry was glorification. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അവസാനം തേജസ്കരണമായിരുന്നു. But before the glorification there was crucifixion, and before the crucifixion there was a complete rejection. Before the rejection there was a betrayal, and before the betrayal there was an association. കർത്താവിൻ്റെ ശുശ്രൂഷയെ ഒന്ന് അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡറിൽ അവരോഹണ ക്രമത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അവസാനം തേജസ്കരണമായിരുന്നു. പക്ഷെ തേജസ്കരണത്തിന് മുന്നേ എന്തുണ്ടായിരുന്നു? ക്രൂശീകരണമുണ്ടായിരുന്നു. ക്രൂശീകരണത്തിന് മുന്നേ എന്തുണ്ടായിരുന്നു? തള്ളപ്പെടലുണ്ടായിരുന്നു, ഒറ്റപ്പെടലുണ്ടായിരുന്നു. തള്ളപ്പെടലിന് മുന്നേ എന്തുണ്ടായിരുന്നു? ഒറ്റിക്കൊടുക്കലുണ്ടായിരുന്നു. ഒറ്റിക്കൊടുക്കലിന് മുന്നേ എന്തുണ്ടായിരുന്നു? ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു.
So out of his association, he was betrayed. That was not the end. And thereafter what happened? From the betrayal, he was rejected completely, as though he was left out all alone. And what happened thereafter, the isolation or the rejection? You will see the height of his rejection on the cross. ക്രൂശീകരണത്തിലാണ് കർത്താവിനെ തള്ളിയതിൻ്റെയും കാണിച്ചു കൊടുത്തതിൻ്റെയും അതിൻ്റെ മകുടമായിട്ട് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഏറ്റവും ഉച്ചാസ്തി നമ്മൾ കാണുന്നത് ക്രൂശിങ്കല. ദാറ്റ് വാസ് നോട്ട് ദി എൻഡ്. The world had thought as though the era of this man Jesus is end on the cross. But beyond the crucifixion, there was an eagerly awaited glorification. And God expects all of us to have a glorious ending. നമ്മുടെ ജീവിതവും ആരംഭത്തെക്കാൾ അവസാനം മഹത്വകരമായിരിക്കണം. Praise God. Hallelujah. ഒരു നിമിഷം ഒന്ന് ഹൃദയങ്ങളെ ദൈവത്തിൽ ഏകാഗ്രമാക്കാമോ? താങ്ക് യു ജീസസ്. ഇന്നും കഴിഞ്ഞ കാലങ്ങളിലെ ഏതെങ്കിലും നേരിട്ട ബുദ്ധിമുട്ടോ വിനകളോ പ്രയാസങ്ങളോ നമ്മെ ഇന്നും അത് പിടിച്ചു നിർത്തുന്നെങ്കിൽ let us come out of those present parts. തിരുവെഴുത്ത് പറയുന്നത് let us look unto Jesus and run the race that is set before us. Shall we all rise on our feet for a moment? ഒരു നിമിഷം ഒന്ന് ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാമോ? Thank you Jesus. Come on, എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. Hallelujah. Come on. Hallelujah. Hallelujah. And when I think that God his son not sparing sent him to die, I scarce can take it in, that on the cross my burdens gladly bearing, he bled and died to take away my sin. When Christ shall come, we shout of acclamation and take me home. What joy shall fill my heart? Then I shall bow in humble adoration and there proclaim, my God, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Thank you, Jesus. Come on, let's pour out our heart before the Lord. Let's express our gratitude to God for what he has done on the cross. Thank you, Jesus. Thank you, Jesus. Hallelujah. മണ്ണോടു മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തനേശു കൈവിടില്ല. മണ്ണോടു മണ്ണായി ഞാൻ അമർന്നു പോയാലും
എൻ കാന്തനേശു കൈവിടില്ല. എന്നെ ഉയർപ്പിക്കും വിൻശരീരത്തോടെ കൈക്കൊള്ളുമേഴയെ മഹത്വത്തിൽ. എന്നെ ഉയർപ്പിക്കും വിൻശരീരത്തോടെ കൈക്കൊള്ളുമേഴയെ മഹത്വത്തിൽ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലോ, വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടങ്ങളനവധി വന്നിടിലോ, എൻ